വന്യതയുടെ കാണാക്കാഴ്ചകൾ സമ്മാനിച്ച് ഗ്രീൻ വാരിയേഴ്സ് കൂട്ടായ്മ തൃശ്ശൂരിലൊരുക്കിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ശ്രദ്ധേയമായി. കാനന സൗന്ദര്യത്തിൻ്റെ മടിത്തട്ടിൽ വിഹരിക്കുന്ന ജീവികളുടെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കുന്നതായിരുന്നു വന്യ എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോ പ്രദർശനം. തൃശ്ശൂർ ലളിതകലാ അക്കാദമിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. പൂമ്പാറ്റ മുതൽ ആനയും സിംഹവും രാജവെമ്പാലയുമൊക്കെ അധിവസിക്കുന്ന ജന്തുലോകത്തെ മികവുറ്റ ഫ്രെയിമുകളിലൂടെ പകർത്തിയിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളും. ഇതുവരെ ആർക്കും പകർത്താനാകാത്ത നിമിഷങ്ങളെ ഓരോ ഫോട്ടോഗ്രാഫർമാരും പ്രകൃതിയുടെ ക്യാൻവാസിൽ ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് പകർത്തിയിരിക്കുന്നത്. മൂന്ന് വനിതകൾ ഉൾപ്പെടെയുള്ള 43 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയാണ് ഗ്രീൻ വാരിയേഴ്സ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഫോട്ടോഗ്രാഫി പ്രൊഫഷണലുകളും തങ്ങളുടെ തെരഞ്ഞെടുത്ത 65 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിച്ചത്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും എടുത്ത ചിത്രങ്ങളും വിദേശത്തു നിന്ന് എടുത്ത ഫോട്ടോകളും പ്രദർശനത്തിലുണ്ട്. തങ്ങൾ നേരിട്ട് കാണാൻ ആഗ്രഹിച്ച കാഴ്ചകൾ മുന്നിൽ ഒരുക്കിയപ്പോഴുണ്ടായ സന്തോഷം പ്രദർശനം കാണാനെത്തിയവരും പങ്കുവച്ചു. ഞങ്ങളൊരു 43 ഫോട്ടോഗ്രാഫർമാരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യാനുള്ള അത് നമ്മൾ കുറേ കാലത്തൊരു ആഗ്രഹമാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ് ഓരോരുത്തരുടെയും ഈ ചിത്ര പ്രദർശനം. പിന്നെ ഓരോ ഫോട്ടോ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ്. ഒരുപാട് നാളത്തെ നമ്മൾ ഓടി വന്നിട്ടൊരു ഫോട്ടോ എടുത്തതല്ല അത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഒക്കെ ഇപ്പോഴും ഇങ്ങനെ ഒരു പക്ഷിയെക്കുറിച്ച് കാണാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ലഗീസ് ഹോക്കികളിനെ ഒരുപാട് ആഗ്രഹം പറഞ്ഞ ആളുകളുണ്ട് ഇത് കാണാൻ വന്നിട്ട്. അതായത് ഇതിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടും കൂടി ഇല്ല ചേട്ടൻ ഇങ്ങനെ ഒരു പടം കിട്ടി. അപ്പോൾ അത്രയും നമ്മളും കുറേ കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഞാനും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 7-8 വർഷത്തിന് ശേഷമാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പേര് അങ്ങനെയാണ്. എല്ലാ ചിത്രങ്ങളും, ഒരു ചിത്രമല്ല, എൻ്റെ ചിത്രം മാത്രമല്ല അപ്പുറത്തുള്ള ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. അതായത് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോഗ്രാഫർ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റും അതിലുണ്ട്. ഇപ്പോൾ ഗിയർ ആണെങ്കിലും ലെൻസ് ആണെങ്കിലും പിന്നെ യാത്രാ ചെലവ്, താമസം, അങ്ങനെ എല്ലാം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു യാത്രയ്ക്ക് അത്യാവശ്യം ഒരു ചിലവുണ്ട്. ആ ചിലവ് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നിരാശരായിട്ട് എത്രയോ പ്രാവശ്യം മടങ്ങി വന്നിട്ടുണ്ടെന്നറിയൂ ഞാനൊക്കെ. എന്നിട്ട് അങ്ങനെ ഒരുപാട് നടക്കുമ്പോഴാണ് നമുക്കൊരു ഫോട്ടോ കിട്ടുന്നത്. ആ ഫോട്ടോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു സന്തോഷം, അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും അത് നിങ്ങൾ അതിൻ്റെ റിവ്യൂ ഒക്കെ എഴുതുമ്പോഴാണ് നമുക്ക് ബുക്കിൽ കമൻസ് എഴുതുന്ന പല ആളുകളും കൊണ്ടുപോകും. പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫീല് കണ്ടു, കാടിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന പോലെ തോന്നി എന്നൊക്കെ പറയും. അതൊക്കെ എഴുതി കാണുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോഴാണ് നമുക്ക് അടുത്തൊരു പരിപാടി കണ്ടക്ട് ചെയ്യാൻ നമുക്ക് തോന്നുള്ളൂ ശരിക്കും അത് പറയുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ തളർത്തു പോലെ അതൊക്കെ ആ എഴുത്തിലാണ് നമ്മുടെ അടുത്ത പ്രചോദനം, അടുത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, കൊച്ചിയിലാണ് ചെയ്യണത്. അപ്പോൾ അതിന് പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ നമ്മൾ വീണ്ടും വരും. മായ്ക്കപ്പെടുന്ന ഹരിതാഭയെ തിരിച്ചുപിടിക്കാനും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും പ്രകൃതിയുടെ കാവലാളായി മാറണം എന്ന ആഹ്വാനം കൂടിയാണ് ഈ ഫോട്ടോ പ്രദർശനം.